പി അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് UDFിൽ ഒരു അസോസിയേറ്റ് കക്ഷിയായി ഇടം പിടിച്ചിരിക്കുകയാണ്. അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂലിനെ കൂടാതെ ആദിവാസി നേതാവ് CK ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ എന്ന സമുദായ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും UDFിൽ അസോസിയേറ്റ് കക്ഷികളായി ഇടം പിടിച്ചിട്ടുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുക എന്ന നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചെറുകക്ഷികളെ അവർ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDFിന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കി വലിയ രാഷ്ട്രീയ സാധ്യതയാണ് ഒരു ഘട്ടത്തിൽ തുറന്നുകൊടുത്തത്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്ന് ഈ നിയമസഭയുടെ കാലത്ത് ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള അവസരമാണ് കൈവന്നത്. അതിനാൽ തന്നെ അൻവറിൻ്റെ UDF പ്രവേശനം ഏറെക്കുറെ ആ ഘട്ടത്തിൽ തന്നെ ഉറപ്പായിരുന്നു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയാക്കിയതോടെ മുന്നണിയുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തിറങ്ങുകയും 20,000-ലധികം വോട്ടുകൾ നേടി തൻ്റെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണയുണ്ടായിട്ട് കൂടിയും അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഇത്രമാത്രം വൈകിച്ചത് എന്ന വസ്തുതയും നാം മറന്നുപോകരുത്. ഇവിടെ അൻവറിൻ്റെ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UDF പ്രവേശവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൗതുകകരമായ വിവരമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം അൻവറിൻ്റെ വലം കൈയായി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള, കൃത്യമായി പറഞ്ഞാൽ കോട്ടയം പാലായിൽ നിന്നുള്ള മറ്റൊരു നേതാവാണ്. ആ നേതാവിൻ്റെ പേര് സജി മഞ്ഞക്കടമ്പൻ എന്നാണ്. KM മാണിയുടെ വത്സല ശിഷ്യനായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന സജി മഞ്ഞക്കടമ്പൻ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ പാലാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ കരൂർ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായിട്ടുണ്ട്. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിലും അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ KM മാണിയുടെ കരുണാകടാക്ഷത്താൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് ലഭിക്കുകയും അവിടെ വിജയിച്ചു കയറി ഒരു ടേമിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായും സജി മഞ്ഞക്കടമ്പൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും പാർട്ടിയോട് വിലപേശി അധികാര സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സവിശേഷമായ കഴിവുള്ള വ്യക്തിയായിട്ടാണ് സജി മഞ്ഞക്കടമ്പൻ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 KM മാണിയുടെ മകൻ ജോസ് K മാണിയും PJ ജോസഫും വഴി പിരിഞ്ഞപ്പോൾ PJ ജോസഫിനൊപ്പമാണ് സജി മഞ്ഞക്കടമ്പൻ നിലപാടെടുത്തത്. അതിനാൽ തന്നെ PJ ജോസഫ് വിഭാഗത്തിൻ്റെ കോട്ടയം ജില്ലാ അധ്യക്ഷ പദവി അദ്ദേഹത്തിന് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ചിടത്തോളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ സീറ്റ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ജോസഫ് വിഭാഗം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അന്തരിച്ച യുവ നേതാവ് പ്രിൻസ് ലൂക്കോസിനെയായിരുന്നു. പ്രിൻസ് ലൂക്കോസിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് സജി മഞ്ഞക്കടമ്പൻ പരിഭവിച്ചപ്പോൾ അതിന് പരിഹാരമായി ജോസഫ് ഗ്രൂപ്പും UDFും അദ്ദേഹത്തെ UDFിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാനാക്കുകയും ചെയ്തു. തുടർന്ന് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കോട്ടയം പാർലമെൻറ്റ് സീറ്റിലേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ് സജി മഞ്ഞക്കടമ്പൻ. എന്നാൽ സജി മഞ്ഞക്കടമ്പൻ്റെ പേര് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് സ്വീകാര്യമാകാത്തതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ PJ ജോസഫ് വിഭാഗം എത്തിച്ചേർന്നത്. ആ ഘട്ടത്തിൽ തന്നെ സജി മഞ്ഞക്കടമ്പന് ഈ തീരുമാനത്തിൽ കല്ലുകടിയുണ്ടായിരുന്നു. ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂർധന്യതയിലേക്ക് എത്തുന്ന വേളയിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റും UDFിൻ്റെ ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പൻ ഒരു സുപ്രഭാതത്തിൽ രാജി പ്രഖ്യാപിച്ച് UDF വിടുകയായിരുന്നു. ആ ഘട്ടത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനും കടുത്തുരുത്തി MLAയും സംസ്ഥാനത്ത് തന്നെ ജോസഫ് ഗ്രൂപ്പിലെ രണ്ടാമനുമായ മോൻസ് ജോസഫിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സജി മഞ്ഞക്കടമ്പൻ പാർട്ടി വിട്ടത്. നിർണായകമായ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ക്യാമ്പ് പ്രചരണത്തിൻ്റെ പാതി വഴിയിൽ ഉപേക്ഷിച്ച സജി മഞ്ഞക്കടമ്പൻ പിന്നെ പൊങ്ങുന്നത് BDJSൻ്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പമായിരുന്നു. NDAയിൽ ഘടകകക്ഷിയാകാമെന്ന മോഹത്തിൻ്റെ പേരിൽ ഒരു കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹം സ്വന്തമായി തട്ടിക്കൂട്ടുകയും പ്രചരണ കാലത്ത് തുഷാറിനൊപ്പം ശക്തമായി നിലകൊള്ളുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്ന് തുഷാർ പൊട്ടിയതോടെ തുഷാറിന് സജി മഞ്ഞക്കടമ്പനോടുള്ള കമ്പമില്ലാതായി BJP സജി മഞ്ഞക്കടമ്പനെ തീരെ പരിഗണിക്കുന്ന സാഹചര്യവും ഇല്ലാതായി. അതോടുകൂടി സ്വന്തം പാർട്ടിയുമായി എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന വേളയിലാണ് സജി മഞ്ഞക്കടമ്പന് സുവർണാവസരമായി അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മാറിയത്. അൻവർ രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതോടെ സജി മഞ്ഞക്കടമ്പൻ അൻവറിൻ്റെ വലങ്കൈയായി പാലായിൽ നിന്ന് മുങ്ങി നിലമ്പൂരിൽ പൊങ്ങുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ഘട്ടത്തിലും അൻവറിൻ്റെ വിശ്വസ്തനായിട്ടാണ് സജി മഞ്ഞക്കടമ്പൻ നിലകൊണ്ടിട്ടുള്ളത്.
സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യാശിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് പുറമെ മറ്റൊരു സീറ്റ് കൂടി തൻ്റെ പാർട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് UDFിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് തനിക്ക് സ്ഥാനാർത്ഥിയാകുവാനുള്ള ഒരു അവസരമായിട്ടാണ്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സീറ്റടക്കം ഇത്തരത്തിൽ സജി മഞ്ഞക്കടമ്പൻ സ്വപ്നം കാണുന്നുണ്ട് എന്നും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന ചില വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ സജി മഞ്ഞക്കടമ്പൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊതുപ്രവർത്തന പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ അസ്ഥിരതയാണ് സജി മഞ്ഞക്കടമ്പൻ്റെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയെ പലപ്പോഴും ബാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സജി മഞ്ഞക്കടമ്പൻ UDFിലേക്ക് മടങ്ങി വരുമ്പോൾ കോട്ടയത്തെ UDFിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താകും എന്ന വിഷയം കൂടി കൗതുകകരമായി ചർച്ച ചെയ്യേണ്ടതാണ്. സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ച് PV അൻവറിനൊപ്പം നിലകൊള്ളുന്ന സംസ്ഥാനതല നേതാവാണ് അദ്ദേഹമെങ്കിലും കോട്ടയത്തെ UDF യോഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ താൻ ചെയർമാനായിരുന്ന UDF യോഗങ്ങളിൽ വെറും കാഴ്ചക്കാരനായി അങ്ങേയറ്റത്തെ ഒരു സീറ്റിൽ പോയിരിക്കേണ്ട ഗതികേടും അദ്ദേഹത്തിന് സംജാതമാകും. ഇതിനെല്ലാം അപ്പുറം കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളിൽ 4 UDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്, മറ്റ് 3 കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളാണ്, 2 ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച സീറ്റുകളാണ്. ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തമ്മിൽ ഏറ്റുമാനൂർ സീറ്റും കാഞ്ഞിരപ്പള്ളി സീറ്റും തമ്മിൽ വെച്ചുമാറാൻ സാധ്യതകളുണ്ട് എന്നും സജീവമായ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പൂഞ്ഞാറിനായി സജി മഞ്ഞക്കടമ്പൻ അവകാശവാദം ഉന്നയിച്ചാൽ അത് കോൺഗ്രസ് തീരെ പരിഗണിക്കുവാൻ സാധ്യതയില്ല എന്നത് PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൽ അധികം വൈകാതെ ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതകൾക്കും വഴിവെക്കുന്നു എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രമാത്രം ആഗ്രഹിച്ചാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു നിയമസഭാ സീറ്റിലേക്ക് സജി മഞ്ഞക്കടമ്പനെ പരിഗണിക്കുവാൻ കോൺഗ്രസോ UDFോ തയ്യാറാവില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവർ മുന്നണിയിലേക്ക് എത്തിയത് തന്നെ UDFിൽ ലീഗ് ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. അതിനാൽ തന്നെ ലീഗ് മത്സരിച്ചു പോരുന്ന, അല്ലെങ്കിൽ UDFിന് വലിയ വിജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ സീറ്റിലായിരിക്കും അൻവറിനെ മത്സരത്തിനിറക്കുക. തിരുവമ്പാടി സീറ്റ് അൻവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഈ സീറ്റ് അൻവറിനായി വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി ഈ സീറ്റിൽ നിന്ന് അനായാസം വിജയിച്ചു കയറുവാനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിനാൽ അൻവറിന് പോലും സുരക്ഷിതമായ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്തിടത്ത് കോട്ടയം ജില്ലയിൽ UDF വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ സജി മഞ്ഞക്കടമ്പന് ഇവിടെ ഒരു സീറ്റ് കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഒരു പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM മാണിയുടെ മകളുടെ ഭർത്താവായ PJ ജോസഫ് വിഭാഗത്തിനൊപ്പം നിലയുറപ്പിച്ച MP ജോസഫിനെ സമാശ്വസിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പോലുള്ള ഏതെങ്കിലും തീരെ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിലേക്ക് മഞ്ഞക്കടമ്പനെ പരിഗണിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ മഞ്ഞക്കടമ്പൻ ഇത്തരമൊരു തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കുവാനുള്ള സാധ്യതകളും വളരെ വിരളമാണ്. കാരണം 2021 തന്നെ MP ജോസഫിന് പകരമായി സജി മഞ്ഞക്കടമ്പൻ്റെ പേര് തൃക്കരിപ്പൂർ സീറ്റിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആദ്യം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ ഈ നിർദ്ദേശം അന്ന് മഞ്ഞക്കടമ്പൻ സ്വീകരിച്ചിരുന്നില്ല. ഏതൊക്കെയാണെങ്കിലും കോട്ടയം രാഷ്ട്രീയത്തിലേക്ക് മോൻസ് ജോസഫിനൊപ്പം സജി മഞ്ഞക്കടമ്പൻ വീണ്ടും മടങ്ങി വരുമ്പോൾ മഞ്ഞക്കടമ്പൻ മോൻസിനെക്കുറിച്ച് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ വിഴുങ്ങുമോ എന്നൊരു ചോദ്യവും പ്രസക്തമാണ്. അതുപോലെ തന്നെ മഞ്ഞക്കടമ്പനോട് കോട്ടയത്തെ UDFിൻ്റെ പ്രധാന നേതാവായ മോൻസിനുള്ള സമീപനവും പ്രസക്തമാണ്. അതിനാൽ തന്നെ കോട്ടയം ജില്ലയിലെ UDFിൽ മഞ്ഞക്കടമ്പൻ ഒരു സജീവ സാന്നിധ്യമായി നിലകൊള്ളുവാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ഭിന്നിപ്പിലേക്ക് മുന്നണിയെ നയിക്കുവാനുള്ള സാധ്യതകളും സജീവമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും മഞ്ഞക്കടമ്പൻ്റെ കടന്നുവരവ് വെറുമൊരു കടന്നുവരവാവില്ല. ചില ഓളങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ അധികം വൈകാതെ അത് ഉണ്ടാക്കുമെന്നുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.